മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് രാവിലെ തടയനെ കാണാൻ വേണ്ടിയിട്ട് മൂക്ക് അങ്ങോട്ട് വരാണ്. മൂക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നോക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഓക്കെയാണ്, അതല്ല നിന്റെ കൈക്ക് എന്താണ് പറ്റിയെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കൈക്ക് വേറൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഞാൻ ഇന്നലെ ഒരു ഗ്ലാസ് എടുത്തപ്പോഴേക്കും കൈയൊന്ന് മുറിഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് അവനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേൻ്റെ ഇടക്കാണ് കിം അങ്ങോട്ട് കയറി വരുന്നത്. കിം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ പറ്റി എൻ്റെ സിസ്റ്ററിനെ ഇങ്ങനെ കാണിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് തടയനെ പിടിച്ചിട്ട് നല്ല രീതിക്ക് തല്ലിയാണ്. മൂക്ക് പറയുന്നുണ്ട്, നീ എന്തൊക്കെ പിച്ചുമ്പയാണ് ഈ കിടന്ന് കാണിക്കുന്നത്, നീ സത്യാവസ്ഥ ആദ്യം അറിയേ, ഇവനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ, അതുമാത്രമല്ല എൻ്റെ ബ്രദർ അങ്ങനത്തെ ആളല്ല എന്ന് പറയുന്നുണ്ട്. കിമ്മപ്പ പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്റർ എത്ര പാവമായിരുന്നു, നീ അവളെ വെച്ചിട്ട് വേറൊരു പെണ്ണിനെ എങ്ങനെയാണ് നോക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. ചോമും അങ്ങോട്ട് ഓടി വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. പാക്കും അതിൻ്റെ അടുക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മൂക്കും കിബും കൂടി തല്ലുപിടിക്കാണ്. മൂക്ക് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല, നീ കാര്യം അറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത് എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, നീ നിൻ്റെ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തോ, നിൻ്റെ ചേട്ടൻ കാണിച്ച വൃത്തികേട് നീ ഒരിക്കലെങ്കിലും മനസ്സിലാക്കൂന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ കിമ്മ് പാക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. പാക്ക് അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് ആ മോഡലിംഗ് പെൺകുട്ടിയുടെ ലൈവ് ലൊക്കേഷൻ അവന് കിട്ടുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അങ്ങോട്ട് പോകാനായിട്ട് അവൻ പുറപ്പെടുന്നുണ്ട്. പാക്കിനോടൊന്നും പറയാതെ അവിടെ നിന്ന് ഓടാണ്. പാക്കിന് പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, തടുക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നുള്ള കാര്യം. പാക്ക് അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, ഇയാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതെന്തുകൊണ്ടാണ് ഞാൻ അറിയാഞ്ഞതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മളെ കാണിക്കുന്നത് ആ മോഡലിംഗ് പെൺകുട്ടി ഒരു മോളില് അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരത്തി വന്നിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് യാത്രവ് ജോലി തുടങ്ങാനായിട്ട് സമയമായെന്ന്. അങ്ങോട്ട് ചോമും കിമ്മും കൂടി ചെല്ലുന്നുണ്ട്. ഇവരെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ മൂക്കും അവരുടെ പുറകെ നടക്കുന്നുണ്ട്, കാരണം അവൾക്കും സത്യാവസ്ഥ അറിയണമായിരുന്നു. അങ്ങനെ ആ മോഡലിംഗ് പെൺകുട്ടിയും ഫ്രണ്ടും കൂടി അവരുടെ ബാഗ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എലിവേറ്ററിൽ നിന്നിട്ട് നമ്മുടെ കിമ്മും ചോമും കാണുന്നുണ്ട്. അത് അവള് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ മോഡലിംഗ് പെൺകുട്ടി അവരെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ നെർവസായി കൂട്ടുകാരത്തിയിട്ടെടുത്ത് മയക്കിട്ടിട്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയോടാണ്. ഇത് കാണുന്ന കിമ്മും ചോമും കൂടി അവളുടെ പുറകെ ഓടുന്നുണ്ട്. പുറകെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും അവളെ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിമ്മു ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം നീയും തടയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, സത്യാവസ്ഥ പറയണമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്, നീ പറയേ അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും അവൾ പേടിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഞാൻ അവിടെ കണ്ടിരുന്നുവെന്നും കിമ്മു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് കിമ്മാണ് ആ വീടിൻ്റെ മുമ്പിൽ നിന്നതെന്ന് തന്നെ ആ മോഡലിംഗ് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത്. ചോമൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, നീയും അവനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് കുത്തി ചോദിക്കുമ്പോൾ അവള് ഞാനും തടയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ആലോചിച്ച് തട്ടിക്കളിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് മൂക്ക് വരുന്നതും അവള് ചോമിനൊന്തിട്ടിട്ട് അവിടെ നിന്നോടാണ്. മൂക്കാണെങ്കിൽ കിമ്മിനെ വിടാനായിട്ട് കൂട്ടാക്കാതെ അവിടെ തന്നെ അവനെ പിടിച്ചു വലിച്ച് നിർത്താണ്. ആണെങ്കിൽ മോഡൽ പെൺകുട്ടിയുടെ പുറകെ ഓടിപ്പോയിട്ടും അവളെ കിട്ടുന്നില്ല, അവള് ഓടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം 3 പേരും കൂടി ചോമിൻ്റെ ഓഫീസിലിരുന്ന് സംസാരിക്കുകയാണ്. കിമ്മും മൂക്കും കൂടി തല്ലൊടിക്കുകയാണ്. കിമ്മാണെങ്കിൽ അവളുടെ ചേച്ചിനെ കൊന്നത് തടയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ മൂക്ക് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ തല്ലുകൊടുത്തതിൻ്റെ ഒടുവിൽ അവർ പിരിയാണ്. പാക്കാണെങ്കിൽ അവളുടെ അച്ഛനോട് ഈ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്കാണെങ്കിൽ ചോമിനെ കാണാൻ പോയിട്ട് അവനോട് ഇവർ തമ്മിൽ എന്തെങ്കിലും ശരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവൻ പറയുന്നത്, എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല, ഞാനിതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ചിലപ്പോൾ മേ ബി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം എന്നുള്ള കാര്യങ്ങൾ അവളും പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി എവിഡൻസ് എല്ലാം തപ്പും കഴിക്കും. പാക്കിൻ്റെ ഹോട്ടലിൽ ആ മോഡൽ പെൺകുട്ടിയും തടയും കൂടി വന്ന വീഡിയോസും എല്ലാം
കിമ്മിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന കിമ്മ് ഒന്നും കൂടി ദേഷ്യപ്പെടാണ്. എൻ്റെ ചേച്ചി എന്തിനാണ് ഇത്ര സഫർ ചെയ്തത്? എന്നോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മൂക്കാണെങ്കിൽ എനിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവൾ സെൻഡ് ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. അവളുടെ നേരെ ഓപ്പോസിറ്റ് തടയാനിരിക്കുന്നത് അവൾ ഫോൺ മാറ്റി വെച്ചിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എന്തു വന്നാലും ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. എനിക്കറിയാം എൻ്റെ ബ്രദർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്നും അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഫോണിട്ട് ഒരു കോള് വരും. കോളിൽ പറയുന്നത് വീടിൻ്റെ പൈസയും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് അവൻ തിരിച്ചു പോയിട്ട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തപ്പുന്നുണ്ട്, പൈസ കാര്യമെല്ലാം സെറ്റിൽ ചെയ്യാനായിട്ട്. അങ്ങനെ തപ്പുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ആ മോഡലിംഗ് പെൺകുട്ടി വിളിക്കുന്നത്. അവൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബ്രദറിലോയും കൂട്ടുകാരനും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, അവരങ്ങനെ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാം. ഇനി എൻ്റെ മേലിൽ പുറകെ നടക്കരുത്. നീ ഞാനായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കാണ്. ഞാൻ നിനക്ക് കുറച്ച് ക്യാഷ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവനപ്പം തന്നെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾ പറയുന്നത് ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. ഇത് കാണുന്ന അവൾക്ക് നല്ല രീതിക്ക് ദേഷ്യവും സങ്കടവും ആവുന്നുണ്ട്. അവസാനം നീ എന്നോടിങ്ങനെ എന്നെ പെരുമാറിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും ആ ഗണ്ണിൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്. ഇത് കാണുന്ന അവൻ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമർ അടിക്കാണ്. ടൈമർ അടിച്ച ഉടനെ തന്നെ ആ വാക്വം ക്ലീനർ ഓടാവാണ്. അവൻ അതിനോട് ദേഷ്യപ്പെടാണ്. മരിച്ചപ്പോഴും ഇങ്ങനെ, മരിക്കുന്നതിന് മുമ്പും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ദിവസം രാവിലെ തന്നെ നമ്മുടെ മോഡലിംഗ് പെൺകുട്ടീനെ കാണാൻ വന്നിട്ടുണ്ട്. അവളോട് വയ്ക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള പ്ലേസ് വെച്ച് മീറ്റ് ചെയ്യണമെന്ന് വയ്ക്കുമ്പോൾ നീ നിൻ്റെ വൈഫിനെ കൊന്ന പോലെ എന്നെയും കൊന്നാലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ എനിക്ക് 30,000 രൂപയല്ല 3 മില്യൺ തന്നെ എന്നാണ് പറയുന്നത്. അവനത് സമ്മതിക്കുന്നില്ലെങ്കിലും തോക്കിൻ്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുന്നുണ്ട്. കിമ്മാണെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അങ്ങോട്ട് മൂക്കും എത്തുന്നുണ്ട് ഇവനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അവളും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്, എൻ്റെ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. നീ എന്നായി എവിഡൻസ് കാണുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഹോട്ടൽ റൂമിട്ട് കയറിപ്പോണ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനർത്ഥം അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണോ എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ഹോട്ടൽ റൂമിൽ ഈ ഒരു സാഹചര്യത്തിൽ ബിസിനസ് മീറ്റിങ്ങിനല്ല പോകുന്നത്, നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെയും വഴക്കിടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി മൂക്കാണെങ്കിൽ പാക്കിൻ്റെ അടുത്ത് തന്നെ ചെല്ലുന്നുണ്ട്. നിങ്ങളുടെ ഹോട്ടലിൽ ഇങ്ങനെ കണ്ടോന്ന് നോക്കുമ്പോൾ പാക്ക് എരുതിയിൽ എണ്ണ വയ്ക്കുന്ന പോലെ തിരിച്ചാണ് പറയുന്നത്, നീ നിൻ്റെ ബ്രദറിനെ വിശ്വസിക്ക് എന്നവൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കിമ്മും ചാനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. കിമ്മ് തടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാ തെളിവുകളും നിരത്തുന്നുണ്ട്, പിന്നെ മൊഴിയും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന മൂക്കാണെങ്കിൽ അവൻ്റെ കർണത്തടിക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെ പറ്റുന്നു തെളിവില്ലാതെ ഒരാളെ ഇങ്ങനെ ഹറാസ് ചെയ്യാനായിട്ട്? ഞാനും നീയും ഇത്ര റിലേഷൻഷിപ്പിലാണെന്നും നിനക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ വീട്ടിൽ പോയിട്ടും ഈ ഒരു സങ്കടം ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ അവൻ കൂടുതൽ എവിഡൻസ് കിട്ടാൻ വേണ്ടി തപ്പുമ്പോൾ പിന്നെയും ആ വാക്യൂം ക്ലീനർ ഓണാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നദ അവളുടെ കയ്യിലുള്ള തെളിവുകളും ഫോട്ടോസും അയച്ച മെസ്സേജുകളൊക്കെ കിമ്മിന് സെൻഡ് ചെയ്തും കാണിച്ചും കൊടുക്കുന്നുണ്ട്. ചാനും കിമ്മും കൂടിയാണെങ്കിൽ അവർ ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇരിക്കായിരിക്കും. നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചാനിനോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മൂക്ക് കയറി വരികയാണ്. മൂക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചാനിനെ എൻ്റെ ലോയറാക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ വേറൊരു ലോയറെ തപ്പിക്കോളാന്ന് പറയുമ്പോഴേക്കും കിമ്മ പറയാണ്, നീ വേറൊരു ലോയറിനെ തപ്പിക്കോളൂ, പിന്നെ നീ നന്നായിട്ട് ഫുഡ് കഴിക്കണം, കാരണം വിധി വരുമ്പോഴേക്കും നീ ആകെ ക്ഷീണിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ചാൻ വിളക്കുന്നുണ്ട്, നീ പറയുന്നത് ഇത്തിരി കൂടുതലാന്നുള്ള കാര്യം. ആണെങ്കിൽ നമ്മുടെ കിമ്മിൻ്റെ അടുത്ത് മുക്കിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാണ്, അവൾ എന്തൊരു സാധനമാണ്, അവളുടെ ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടും അവളുടെ ചേട്ടനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവള് 2 സ്ഥലത്ത് നിന്ന് 2 പേരോടും 2 വർത്താനമാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നൊക്കെ അവളെ പറ്റി
വൃത്തികേടായിട്ട് പറഞ്ഞ് അവൻ്റെ മനസ്സിൽ തറപ്പിക്കുകയാണ്. അങ്ങനെ വിധി വരുന്നുണ്ട്. തടയാണെങ്കിൽ പൈസ കൊടുത്ത് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ ബോഡി അവർക്ക് വിട്ടുകിട്ടുന്നുണ്ട്. കിമ്മിനോട് വന്ന് പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ ഇതെല്ലാം സത്യാവസ്ഥയെന്ന്. ഇനി നമുക്ക് പഴയ പോലെ ആവാം. നിന്റെ ചേച്ചിയുടെ ഫ്യൂണറിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയുമ്പോഴും അവൻ്റെ മനസ്സിൽ പാക്ക് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ആ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാവരും എത്തുന്നുണ്ട്. പാക്കും എത്തുന്നുണ്ട്. പരിപാടിയുടെ അവസാനം പാക്കിനോട് കിം ചോദിക്കുന്നുണ്ട്, അതായത് കിമ്മിൻ്റെ അടുത്ത് കൂടുതൽ സമയം പാക്കാണ് ഇടപെടുന്നത്, അവനെ സമാധാനിപ്പിക്കുന്നത് എല്ലാം. പരിപാടിയുടെ അവസാനം അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ കല്യാണം കഴിക്കാമോ എന്ന്. ആദ്യം അവൾ ഹെസിറ്റേറ്റ് ചെയ്യുന്നെങ്കിലും അവൾ അതിന് സമ്മതിക്കാണ്. കാരണം അവളുടെ മനസ്സിൻ്റെ ഉള്ളിലും ഇത് തന്നെയുള്ളൂ, രണ്ടുപേരെയും തെറ്റിച്ചിട്ട് ഇവനെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ അവൾ സന്തോഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ അവളോട് പറയുന്നുണ്ട്, ഈ കാര്യം ഇപ്പം ആരും അറിയണ്ട, മൂക്ക് പോലും അറിയണ്ട, നമ്മ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് നിന്നെയാണ് വധുവായിട്ട് വേണ്ടേന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തടയും പീക്കും അവളുടെ അച്ഛനും കൂടി ഇരുന്നിട്ട് പുതിയ CEO തടേന് ആക്കുവാണ് അവളുടെ ആ കമ്പനിയിൽ, അതായത് വീടിൻ്റെ കമ്പനിയിൽ. അങ്ങനെ തടയാണെങ്കിൽ ആ കമ്പനിയിൽ വന്നിട്ട് അവളുടെ നെയിം പ്ലേറ്റ് ഒക്കെ വലിച്ചെറിയുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ ആ കസേരയിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. അവന് എല്ലാം കിട്ടി എന്നുള്ള രീതിക്കാണ് അവൻ അവിടെ സന്തോഷിച്ചിരിക്കുന്നത്. അങ്ങോട്ട് കിം വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ വന്നതാണ്. നെയിം പ്ലേറ്റ് താഴെ കിടക്കുന്നവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ പീക്കിനെ കണ്ടായിരുന്നു, അപ്പോൾ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഹായ് തരാൻ വന്നതാണ്. പിന്നെ നീ ഇത് വേണ്ടാതെ വലിച്ചെറിഞ്ഞാലേ നെയിം പ്ലേറ്റ്, ഞാനിത് എടുത്തോളാം. അവൻ പോകുന്ന വഴി തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിനക്ക് സന്തോഷിക്കാവുന്ന അത്ര സന്തോഷിച്ചോളൂ, കാരണം ഇനി നിൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളൊരു കാര്യമേ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആസ്വദിച്ചോളൂ എന്ന് പറയുന്നിടത്ത് വെച്ച് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.